അപ്പോൾ ഗൈസ് പാലക്കോട് ഒരു സ്ഥാപനം ആരംഭിച്ചിട്ടുണ്ട്. കിച്ചണിൽ വേണ്ട എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ്. ഫസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഏഷ്യൻ കമ്പനീൻ്റെ സാധനമാണ്. എന്താണ് 2 പീസ് സെറ്റ് വരുന്നുണ്ട്. നമ്മുടെ ചൂട് പാത്രമാണ് സാധനം. ഒന്ന് 1600 വരുന്നത്, ഒന്ന് 2500 വരുന്നത്. ഇതിന്റെ കമ്പനി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1280 ആണ്. ഇതിന്റെ ഇപ്പോഴത്തെ റേറ്റ് എന്താ പറയുക, ഗ്രാൻഡ് ഫെസ്റ്റീവ് ഓഫർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഈ റേറ്റ് വരുന്നത് 779 രൂപയാണ്. ഈ റേറ്റ് ഒന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ട് ഇതാണ് ഐറ്റം വരുന്നത്. നല്ല അടിപൊളി ക്ലാസ് ഐറ്റം ആണ്. അടുത്ത അതേപോലത്തെ ഐറ്റം തന്നെയാണ് വരുന്നത്. കാസറോൾ തന്നെയാണ് 2 പീസ്. അതേപോലെ തന്നെ കോംബോ സെറ്റ് തന്നെയാണ് വരുന്നത്. 1454 രൂപയാണ് കമ്പനി റേറ്റ്. ഏഷ്യന്റെ സാധനം തന്നെയാണ്, നല്ല മൾട്ടി ബ്രാൻഡ് സാധനം. അതിനും അതേപോലെ തന്നെ ഗ്രാൻഡ് ഫെസ്റ്റീവ് ഓഫർ കൊടുത്തിട്ടുണ്ട്. ആ റേറ്റ് വരുന്നത് 899 രൂപയാണ്. വീണ്ടും അതേപോലെ തന്നെ വരുന്നത് ഇത് തന്നെ സെറ്റ് ഓഫ് 3 പീസ് ആണ് വരുന്നത്. ഇത് വരുന്നത് 1500 ml ഒന്ന്, 2500 ml ഒന്ന്, 3500 ml 3 പീസ് സെറ്റാണ് വരുന്നത്. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 1837 രൂപയാണ്. ഗ്രാൻഡ് ഫെസ്റ്റീവ് ഓഫർ വരുന്നത് 1169 രൂപയാണ്. നല്ല അടിപൊളി ക്ലാസ് സാധനമാണ് മക്കളെ. അടുത്തതിന് വരുന്നത് ജാറാണ്. 3 പീസ് ജാറാണ് വരുന്നത്. 154 രൂപ MRP വരുന്ന സാധനം ഇപ്പം കൊടുക്കുന്നത് വെറും 99 രൂപക്കാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേൺ ലോക്ക് എന്നാണ് പറയുന്നത്. ജസ്റ്റ് എയറും കാര്യങ്ങളൊന്നും ഇതിൽ കിടക്കൂല. ഒന്ന് എടുക്കുക, സാധനം ലോക്ക് ചെയ്യുക, സിമ്പിൾ ആണ് സാധനം. നല്ല ക്ലാസ്, ഇതാ ഒന്നും ആവില്ല, നല്ല ക്ലാസ് സാധനമാണ്. അപ്പൊ ഒന്ന് നോക്കണം, ഇതിന്റെ ഇതേ മോഡൽ സാധനം തന്നെ കുറച്ച് വലുതായിട്ട് വരുന്നതുണ്ട്. ഇത് 1200 ml ആണ് വരുന്നത്. ഇതിന്റെ 3 പീസ് സെറ്റ് വരുന്നുണ്ട്. കമ്പനി റേറ്റ് വരുന്നത് 215 രൂപയാണ്. അതിന്റെ ഗ്രാൻഡ് ഓഫർ പ്രൈസ് വരുന്നത് 139 രൂപയാണ്. 3 പീസ് 1200 ml. മറ്റേത് വരുന്നത് 850 ml ആണ്. ഇതും അതേപോലെ തന്നെ ജഗാസ്. ഇത് ബക്കറ്റ് എല്ലായിടത്തും കിട്ടുന്ന പോലത്തെ ബക്കറ്റ് ആണ്. സിമ്പിൾ ബക്കറ്റ് നോ പ്രോബ്ലം. ഇതിന്റെ പല കളറും അവൈലബിൾ ആണ്. സാധനം എല്ലാം ഇടിഞ്ഞാൽ മതി. റൈറ്റ് ഒന്നും പറയുന്നില്ല. ഇതിന്റെ റൈറ്റ് നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് കാണും. ഇത് നിങ്ങൾ ഇവിടെ വന്നിട്ട് ചോദിച്ചു നോക്കി ഇതിന്റെ റൈറ്റ് എത്രയാണ്. ഇതിന്റെ തന്നെ സാധനം നമ്മൾ ഏത് വരുന്നുണ്ട്, ബ്രാൻഡ് ഐറ്റം വരുന്നുണ്ട്. ഏത് മിൽട്ടന്റെ സാധനമെല്ലാം വരുന്നത്. മിൽട്ടന്റെ പല ലിറ്ററിലും വരുന്നുണ്ട്. 10, 20, 30 അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇതിന്റെ നല്ല മൾട്ടി സാധനമാണ്. അടിച്ച് പൊട്ടിച്ചാലും പൊട്ടുന്നില്ല. ഏതാ സാധനം, മിൽട്ടന്റെ ബ്രാൻഡ് സാധനമാണ്. ഇതിന്റെ പല വെറൈറ്റിയിലും പല കളറിലും സാധനം അവൈലബിൾ ആണ്. പല മോഡല്, പല രൂപത്തിൽ, പല ജാതി സാധനം, പടക്കുന്നത് പടക്കാത്തത് എല്ലാം ഉണ്ട്. 9 ഫ്ലവർ മസാല ഇടാൻ വേണ്ടി പറ്റിയിട്ടില്ല ഐറ്റംസ് ആണ് ഇതിൽ. 9 എന്തെല്ലാം ഇടാം, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഏലക്ക, ഇഞ്ചി, കറാമ്പ്, പട്ട, എല്ലാ സാധനവും ഇതിലിടാം. ഇതെല്ലാം സിമ്പിൾ റൈറ്റ് ആണ് വരുന്നത്. കിച്ചണിലൊക്കെ 100% ഉപയോഗപ്പെടുന്ന സാധനം. ഇതിന്റെ തന്നെ പല വെറൈറ്റി ഉണ്ട്, പല രൂപത്തിൽ ആണല്ലേ. ഇതൊരു മോഡലാണ്, ഇതൊരു മോഡലാണ്. എല്ലാം ബ്രാൻഡ് വൈസ് തന്നെയാണ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ള അതേ ബ്രാൻഡ് തന്നെയാണ്, ഏഷ്യൻ ബ്രാൻഡിന്റെ സാധനം തന്നെ. ഇത് വരുന്നത് ജോയ്ഫുൾ. മോനെ ജൂഡിന്റെ കുക്കറാണ് സാധനം. ബിരിയാണി വെക്കാനും എന്ത് സാധനം വെക്കാനും കുക്കറിൽ വെക്കുക. ചെറുപയറാണെങ്കിൽ 4 വിസിൽ എന്നൊക്കെ പറയുന്നുണ്ട്. ബീഫാണെങ്കിൽ ചിലപ്പം വിസിൽ കൂടും. അപ്പൊ ആ രൂപത്തിൽ നിങ്ങൾ ഉണ്ടാക്കണം. അതിന് വേണ്ടിയില്ല ബീഫോ മട്ടനോ ചിക്കനോ എന്താന്ന് വെച്ചാൽ വെക്കുന്ന സാധനം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതേതാ സാധനം, എന്താ മോനെ നോട്ടന്റെ സാധനം ഇല്ലാന്ന് വിചാരിച്ചിട്ട് കിച്ചൺ അലങ്കരിക്കാൻ എടുക്കണ്ട. അപ്പൊ നോട്ടന്റെ സാധനം ഇതാ, ബിരിയാണി പോട്ടിൽ തന്നെയാണ് ഇതിന്റെ പേര് വരുന്നത്. അപ്പൊ പാലക്കോട് ഇഷ്ടംപോലെ മീൻ കിട്ടുന്ന ഒരു സ്ഥലമാണ് മൊത്തത്തിൽ പറയുന്നത് കേട്ടിട്ട്. ഞാൻ പുറത്ത് പോയിക്കാൻ എന്നോട് പറഞ്ഞു, എനിക്കത് മീനൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. അപ്പൊ ഞാനൊരു കാര്യം വെച്ച് ഞാൻ പോകുമ്പോൾ ഏതായാലും കൊണ്ടുപോകുന്നത് എൻ്റെ ഒരുപാട് ചങ്ങായിമാർ അല്ലെങ്കിൽ കുടുംബക്കാർക്ക് വേണമെങ്കിൽ പുറത്തുള്ള ആൾക്കാരെ കൊടുക്കാൻ വേണ്ടി കുറച്ച് ഐസിലിടുക. ഐസ് ക്യൂബ്, ഐസ് എന്തായാലും കുഴപ്പമില്ല, പൊടിച്ച ഐസായാലും കുഴപ്പമില്ല, കുറച്ച് ഐസ് ഇടുക. ഏത് മീനാണ് മീൻ നമുക്ക് വേണമെങ്കിൽ ഇടുന്ന മൊത്തത്തിൽ ഇടുന്ന വേണമെങ്കിൽ മീൻ കുറച്ച് മീൻ ഇടുക, അതിന്റെ മേലെ ഐസ് ഇടുക. സാധനം ഇതുപോലെ ബന്ധാക്കുക, ഇങ്ങനെ വെക്കുക, ഒന്ന് താക്കുക, ബന്ധാക്കുക, ഇങ്ങനെ കൊണ്ടുപോവുക. ഇനി വീടിന് കല്യാണം കഴിച്ച് പുറത്തേക്കുള്ള ടീമാണെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ കൈ നാറണ്ട എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ ഇതൊന്ന് മാറ്റും, അതും. അപ്പൊ ഇവിടെ സെയിൽ മാത്രമല്ല സർവീസും കൂടിയുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഐറ്റംസ് ഡാമേജോ വാഷർ പോവുക കേബിളോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് അതിനുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, എന്താണ് നിങ്ങൾക്ക് ഒരു കിച്ചണിലേക്ക് വേണ്ട എന്തൊക്കെ ഐറ്റംസുകളുണ്ട് ആ ഐറ്റംസുകൾ മൊത്തം അവൈലബിൾ ആണ്. ജഗ് വേണമെങ്കിലോ അതിന് കിച്ചൺ റാക്ക് വേണമെങ്കിലോ എന്താ വേണ്ടത് വെച്ചിട്ടുണ്ടാ. ഒരുപാട് സിമ്പിൾ ജാറുകളുണ്ട്. ഇപ്പോൾ ഈ ജാറുകളൊക്കെ ഒരുപാട് യൂസ് ആയിട്ടുള്ളതാണ്. ടിഫിൻ ബോക്സ് വരുന്നുണ്ട്. കുട്ടികൾ അംഗൻവാടിയിലോ നഴ്സറിയിലോ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ടിഫിൻ അത് വരുന്നുണ്ട്. ട്രേ വരുന്നുണ്ട്. ട്രേന്റെ പല സൈസ് പല മോഡലെല്ലാം അവൈലബിൾ ആണ്. ഇത് നല്ല സാധനം, ട്രാൻസ്പെറന്റ് സാധനമാണ്. ഇതിന്റെ ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട്. ഈ മിഡിലിൽ സാധനം കാണിക്കും. ഇതിന് ഗ്ലാസ് വരുന്നുണ്ട്. അപ്പം ഇതിലെന്താ ഇട്ടിനി അത് എത്ര പോലും ആയി എങ്ങനെ ആയി എന്നുള്ളതെല്ലാം ഇതിൽ നമുക്ക് നോക്കി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാതരം കവറും അവൈലബിൾ ആണ്. സിൽവർ പോച്ച് എല്ലാ സൈസും അവൈലബിൾ ആണ്. എത്ര സൈസ് 9x12 അങ്ങനെ എല്ലാ സൈസിലും അവൈലബിൾ ആണ്. പ്ലാസ്റ്റർ, ടിഷ്യൂ, കണ്ടെയ്നർ വേണം, കണ്ടെയ്നർ അവൈലബിൾ ആണ്. അപ്പൊ ഹോട്ടലിലേക്ക് വേണ്ടുന്ന ക്യാപ്പ്, അതേപോലെ തന്നെ അലൂമിനിയം ഫോയിൽ, ടിഷ്യൂ, ടേബിൾ കവർ എല്ലാ ഐറ്റവും അവൈലബിൾ ആണ്. ഇത് നമ്മുടെ ബിരിയാണി ചാലഞ്ചിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ സാധനമാണ് ജാറുകൾ. അത് എല്ലാ സൈസും അവൈലബിൾ ആണ്. വലുത് വേണോ ചെറുത് വേണോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. നല്ല കിടന പോലെ പത്തിരി ഉണ്ടാക്കാൻ, പത്തിരിയുള്ള എല്ലാ ഐറ്റംസിലും ഉണ്ടാക്കാം. പത്തിരി ഉണ്ടാക്കുന്ന എന്താണ് റൗണ്ട് പത്തിരി താവാന്ന് പറയുന്ന സാധനം. ഇതിൻ്റെ ബ്രാൻഡും ഉണ്ട് അൺബ്രാൻഡും ഉണ്ട്. എല്ലാ കൈൻഡ് ഓഫ് അവൈലബിൾ ആണ്. പിന്നെ നമ്മളെ സുജാതന്റെ ജ്യൂസ് ഏറ്റവും കൂടുതൽ ഹോട്ടലുകാരൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് സുജാതന്റെ സാധനം. പിന്നെന്താ വേണ്ടേ,
മഗ് വേണോ, അതേപോലെ തന്നെ ജാറ്, സ്കൂളിലും അങ്കമാടിയിലൊക്കെ നഴ്സറിയിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയ ബ്രാൻഡഡ് സാധനം. ഓരോ ബ്രാൻഡ് ഓരോ സൈസിൽ എല്ലാം അവൈലബിൾ ആണ്. മഗ് സെറ്റായിട്ട് വിത്ത് സാസറും ജഗ്ഗുമായിട്ട് വരുന്നത് അങ്ങനെ ഉണ്ട്. പിന്നെ ലുമിനാർക്കിന്റെ പ്ലേറ്റുകൾ നല്ല ഗ്ലാസ് പ്ലേറ്റ് ആണ്, നല്ല ബ്രാൻഡ് ഐറ്റം ആണ്. അതുപോലെ അതിന്റെ എല്ലാ ടൈപ്പിലെ ബ്രാൻഡും അവൈലബിൾ ആണ്. സ്റ്റീലിന്റെ പല വെറൈറ്റി ഉണ്ട്. എന്തെല്ലാം ചായക്കോ ചോറിനോ എന്തിനാണ് വേണ്ടത് ഐറ്റംസ് അവൈലബിൾ ആണ്. ഇത് നമ്മുടെ സുജാതന്റെ ആ ജ്യൂസ് മെഷീനാണ് വരുന്നത്. നല്ല എൻക്വയറിയും അതുപോലെ തന്നെ ഒരുപാട് ഹോട്ടൽ ബേസിനൊക്കെ നല്ല യൂസ് ആയിട്ടുള്ള ഐറ്റാണ്. ഇതിൻ്റെ തന്നെ 2-3 കളർ വരുന്നുണ്ട്. ബ്ലാക്ക് വരുന്നുണ്ട്, പിന്നെ വേറെ കളറും വരുന്നുണ്ട്. 900 വാട്ടാണ് വരുന്നത്. പിന്നെ പ്രസ്റ്റീജിൻ്റെ ഉണ്ട്. അതേപോലെ തന്നെ എന്താണ് അതും പ്രസ്റ്റീജ് തന്നെയാണ് വരുന്നത്. കുക്കർ ഏതൊക്കെ വേണ്ട എല്ലാ കുക്കറും ഉണ്ട്. ഐറ്റംസുകളൊക്കെ ശരിക്കും നോക്കിക്കോ, കാണിച്ചു തന്നിട്ടില്ലാന്ന് പറയണ്ട. പിന്നെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതൊരു ലോകം തന്നെയാണ് കേട്ടോ. എല്ലാ വെറൈറ്റിയും ചെറുതും വലുതുമായിട്ടുള്ള സകല ഗുലാബി വെറൈറ്റിയും അവൈലബിൾ ആണ്. സിമ്പിളായിട്ട് ചായ ഉണ്ടാക്കാൻ വേണ്ടിയില്ല എല്ലാവരും ചായ ഉണ്ടാക്കുക, അതേപോലെ തന്നെ പാല് തിളപ്പിക്കുക ഐറ്റംസുകളാണ് വരുന്നത്. പിന്നെ മറ്റ് ആക്സസറീസ് സാധനങ്ങളെല്ലാം ഉണ്ട്. സ്റ്റൈൽ ബോൾ, പിന്നെ എന്താണ് ചിരട്ടേൻ്റെ കയ്യിൽ. ഇതാണ് നമ്മളെ സ്പെഷ്യൽ ഐറ്റം. ഇപ്പോൾ അധിക സ്ഥലത്തും ഈ സാധനം കാണാനില്ല, പക്ഷേ നമ്മളടുത്ത് ഈ സാധനം അവൈലബിൾ ആണ് കേട്ടോ. കല്ലിൻ്റെ സാധനം, എല്ലാം വേണ്ടുന്ന സാധനങ്ങൾ ചതക്കാൻ വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ സെറ്റാക്കി എടുക്കാൻ വേണ്ടി കറിയിലിടുന്നതിന് മുമ്പ് നമുക്കൊന്ന് സെറ്റാക്കണമല്ലോ. അപ്പോൾ സെറ്റാക്കാൻ വേണ്ടിയുള്ളത് കല്ലിൻ്റെ സാധനം അവൈലബിൾ തന്നെ. ചെറിയ പല്ലില്ല ചോദിച്ചിട്ട് ആരും ബേജാറാണ്. ആ സാധനം അവൈലബിൾ ആണ്. അതെല്ലാം ഉണ്ട് കേട്ടോ. കൈ കൊണ്ട് അങ്ങനെ ഇങ്ങനെ ആക്കുന്ന സാധനമുണ്ട്. പിന്നെ ഇതെന്താണെന്ന് വരുന്നത് ജയ്പീസ്. നമ്മുടെ സാധനം റീയൂസ് ചെയ്യാൻ വേണ്ടി രണ്ടാമത് ചൂടാക്കി കഴിക്കാൻ വേണ്ടിയുള്ള സ്റ്റീമറും കാര്യങ്ങളും അവൈലബിൾ ആണ്. മിൽട്ടാൻ നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് സാധനങ്ങൾ എല്ലാം ഒരുപാട് ഉണ്ടാക്കി. ഇവിടുന്ന് വാങ്ങിച്ച ഒരുപാട് പാത്രത്തിൽ പല വെറൈറ്റി ഫുഡുകൾ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ആ ഫുഡുകളൊക്കെ ഉണ്ടാക്കി തൂക്കം എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടിയില്ല തൂക്ക് മെഷീനും അവൈലബിൾ ആണ് കേട്ടോ. കയറി വരുമ്പോൾ തന്നെ ടേബിളിൻ്റെ മേലുണ്ടാവും ആക്സസറീസ് ഐറ്റംസുകൾ. എന്താണെങ്കിലും കത്തിയാണെങ്കിലും മീൻ മുറിക്കാൻ വേണ്ടിയുള്ള കത്തി, മീൻ മുറിക്കാൻ വേണ്ടിയിട്ടുള്ള കത്തി, എല്ലാ ഐറ്റംസും. ഹാങ്ങർ ഉണ്ട്, ഡ്രസ്സുകളൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ളത്, സ്പ്രേ ഉണ്ട്, എല്ലാ ആക്സസറീസ് ഒക്കെ ഓൾമോസ്റ്റ് അവൈലബിൾ ആണ് കേട്ടോ. മിൽട്ടൺ തന്നെയാണ് ബ്രാൻഡ് കപ്പനാണ് ഇതും വരുന്നത്. ബക്കറ്റ്സുകൾ, വേസ്റ്റിന് വേണ്ടിയുള്ള വേസ്റ്റ് ബാസ്ക്കറ്റ്. ഇതെന്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? സ്റ്റീലിൻ്റെ സാധനം. ഈ സാധനം എന്ന് പറയുന്നത് ചായപ്പൊടി കലരാണ്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള അരിപ്പയാണ്. ചായ അരിപ്പ എന്നൊക്കെ പറയും. സ്റ്റീൽ കൊണ്ടുള്ള എന്താണ് കോരിയുണ്ട്, സ്പൂണുണ്ട്, എല്ലാ ഐറ്റംസും. പിന്നെ നമ്മളടുത്ത് വേറെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ സാധനം വാങ്ങിച്ചിട്ട് കോഴി ചൂടാൻ വേണ്ടി അൽഫാം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു ഗ്ലാസ് കട്ടൻ ചായ 5-6 വേണ്ടി കട്ടൻ ചായയും കൂടി ഒന്നിച്ച് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സാധനം ഉണ്ട്. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ ബേസിൽ കേസൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം നല്ലതായിക്കോട്ടെ. മൾട്ടി കുക്ക് കിറ്റുന്ന അതിൻ്റെ പേര്. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഗ്ഗ് ബോയിൽ ചെയ്തെടുക്കാം. അതേപോലെ തന്നെ നൂഡിൽസും കാര്യങ്ങളും ചെറിയ ഫുഡൊക്കെ ഇതിൽ ഉണ്ടാക്കിയെടുക്കാം. അതിനും നല്ലൊരു ബെസ്റ്റ് ഐറ്റമാണ് വരുന്നത്. അതേപോലെ തന്നെ ഡിന്നർ സെറ്റ് ഉണ്ട്. എല്ലാ ബ്രാൻഡും ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡിൻ്റെ ഐറ്റം. കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ബ്രാൻഡ് ഐറ്റം തന്നെയാണ് കേട്ടോ. എല്ലാ ബ്രാൻഡ് ഐറ്റംസും ഉണ്ട്. ഡിന്നർ സെറ്റാണ് ഇതൊക്കെ വരുന്നത്. പരത്തിച്ചുടാൻ വേണ്ടി പറ്റിയ എല്ലാ അപ്പത്തരങ്ങൾക്കുള്ള സാധനമാണത്. ആക്സസറീസ് ഓൾമോസ്റ്റ് ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വാഷ് മെഷീൻ്റെ വേസ്റ്റ് വെള്ളം ത്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. എല്ലാതരം ബ്രഷുകളും അവൈലബിൾ ആണ്. ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ബ്രഷുകളും. ഇത് പിന്നെ ചെറിയ ബോട്ടലാണ്. ഈ തേനൊക്കെ ഇതാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സംസം വെള്ളം ഇവിടെയൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ സംസം വെള്ളം കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു കൈൻഡ് ഓഫ് ബോട്ടിൽസ് ആണ് ഇതൊക്കെ വരുന്നത്. ഇതും ആക്സസറീസ് കാറ്റഗറിയിൽ വരുന്നതിനാണ്. ടൂത്ത് പിക്കിൻ്റെതുണ്ട്, നമ്മളെ സ്റ്റഡി ടേബിൾ, പെന്ന്, ആ ഒരു കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി വാട്ടർ ബോട്ടിലാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ എന്താ നമ്മളെ കെച്ചപ്പ്, മയോനസ് അതൊക്കെ സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് പാലക്കോട് ജംഗ്ഷനിലാണ്. പാലക്കോട് ജംഗ്ഷനിൽ പെട്രോൾ പമ്പിൻ്റെ നേരെ മുമ്പിലായിട്ടാണ് ഇത് വരുന്നത്. ക്ലാസിക് ക്രോക്കറി അതിൻ്റെ പേര് വരുന്നത്. നിങ്ങൾക്ക് വേണ്ട കിച്ചണിന് വേണ്ടുന്ന ഓൾമോസ്റ്റ് ഐറ്റംസ് എല്ലാം അവൈലബിൾ ആണ്. അതേപോലെ തന്നെ അതിൻ്റെ ആക്സസറീസും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ